പത്മകുമാർ ജയിലിൽ തുടരും. കൊല്ലം വിജിലൻസ് കോടതി ജാമ്യം നിഷേധിച്ചു അദ്ദേഹത്തിന്. പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ സാക്ഷികളെ സ്വാധീനിക്കാൻ സാധ്യതയുണ്ട്. അതുപോലെ തന്നെ തെളിവ് നശിപ്പിക്കാൻ സാധ്യതയുണ്ടെന്നാണ് പറയുന്നത്. എങ്ങനെ വിലയിരുത്തും? ആദ്യം സാധാരണ ഈ ജാമ്യം നിഷേധിക്കുമ്പോൾ പ്രോസിക്യൂഷൻ പറയുന്ന ഒരു കാരണമാണ് ജാമ്യം ഇപ്പോൾ കൊടുക്കാൻ പാടില്ല. ഈ അന്വേഷണത്തിൻ്റെ പുരോഗതിക്കകത്ത് അല്ലെങ്കിൽ അന്വേഷിച്ചുകൊണ്ടിരിക്കുമ്പോൾ ജാമ്യം കൊടുത്തു കഴിഞ്ഞാൽ അതിനകത്ത് പല കാര്യങ്ങളും അകത്തിരിക്കുമ്പോൾ സ്വാധീനിക്കാൻ ഒക്കത്തില്ലല്ലോ, പലരുമായിട്ട് ബന്ധപ്പെടാൻ ഒക്കത്തില്ല. ഇത് ലോക്ക്ഡ് ആണല്ലോ. വേറെ വെളിയിൽ വന്നു കഴിഞ്ഞാൽ പല ഇതുപോലെ പോലീസിന് ചെന്നെത്താൻ പറ്റാത്ത ഇടങ്ങളിലേക്ക് കാര്യങ്ങൾ ഉണ്ടെങ്കിൽ അത് ലോക്ക് ചെയ്യാൻ സാധ്യതയുണ്ട്. പ്രതികൾ അതുകൊണ്ട് ജാമ്യം കൊടുക്കണ്ട എന്നുള്ള രീതിയിലേക്ക് വരും. പക്ഷേ ഇതിനകത്തൊരു നമ്മൾ സംശയിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, പപ്പന് ജാമ്യം കൊടുക്കണ്ട. പപ്പൻ അവിടെ ഇരുന്നാൽ പലതും പറയാൻ പറ്റത്തില്ലല്ലോ. വായടഞ്ഞിരുന്നോട്ടെ, ഇലക്ഷൻ വരികയല്ലേ, വാ നല്ല വൃത്തിയായിട്ടൊന്ന് തുറന്നാൽ. നമ്മൾ കണ്ടല്ലോ കഴിഞ്ഞ ദിവസം SITക്ക് ചോദ്യം ചെയ്യേണ്ടി വന്നില്ലേ മുൻ മന്ത്രിയെ, SITക്ക് ചോദ്യം ചെയ്യും വന്നില്ലേ പ്രശാന്തിനെ. അതുപോലെ വീണ്ടും നല്ലതുപോലെ തുറന്നാൽ പലരെയും ചോദ്യം ചെയ്യേണ്ടി വരുമോ എന്നുള്ള രീതിയിലേക്ക് കാര്യങ്ങൾ വരും. എന്താണ് ശങ്കരദാസിനെ ഇതുവരെ അറസ്റ്റ് ചെയ്യാത്തത്? സുപ്രീം കോടതി പറഞ്ഞല്ലോ നിങ്ങൾ കള്ളനാണ്. ഹൈക്കോടതി പറഞ്ഞു ഇതിനകത്ത് കള്ളത്തരം ഇല്ലേ, പപ്പൻ മാത്രമല്ലല്ലോ എന്നുള്ള രീതിയിൽ വ്യക്തത വരുത്തിയപ്പോഴാ ഒരുത്തനെ പിടിച്ച് അകത്ത് വെച്ചു. വീണ്ടും ശങ്കരദാസ് സുപ്രീം കോടതി പോയി അയാളെ പേര് പോലും ഇതിനകത്തുനിന്ന് മാറ്റണം. സുപ്രീം കോടതി പറഞ്ഞു നീ കള്ളനാണ്. ഇങ്ങനെ തന്നെ പറഞ്ഞു കള്ളനാ, നിന്നെ ഇത് കേസ് പോലും പരിഗണിക്കാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞ് എടുത്തു കളഞ്ഞു. പിന്നെ ജാമ്യത്തിൻ്റെ കാര്യം നിങ്ങൾ കീഴ്ക്കോടതിയിൽ എങ്ങനെ കൊടുത്തു നോക്ക്. അത് അങ്ങനെ പറയാനൊക്കത്തില്ല. കാരണം ആർക്ക് എനിക്ക് ജാമ്യം കൊടുക്കാൻ പറ്റത്തില്ലെന്നൊന്നും കോടതി പറയാൻ പറ്റത്തില്ല. ദൈവത്തിനെ പോലും ചതിച്ചല്ലോ. അത് പറയാം. അല്ല, കോടതി നമുക്കെല്ലാം അവകാശമാണ്. നമുക്ക് ജാമ്യം വേണമെന്ന് പറഞ്ഞുകൊണ്ട് കോടതിയെ സമീപിക്കുക. അത് വേണമെങ്കിൽ സമീപിക്കുകയോ കോടതി അനുവദിക്കുകയാണെങ്കിൽ എന്താണെന്ന് വെച്ചാൽ ചെയ്തോളാൻ പറഞ്ഞു. പക്ഷേ അയാൾ IAയുടെ അല്ലെങ്കിൽ ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ്റെ ആളായതുകൊണ്ട് അയാൾ കള്ളനാണെങ്കിൽ അല്ലെങ്കിൽ അയാൾക്ക് പ്രത്യേകിച്ച് നീതിയൊന്നും കൊടുക്കേണ്ട കാര്യമില്ലല്ലോ. അപ്പം നിഷ്പക്ഷമായിട്ട് അന്വേഷിക്കുന്ന ആള് അല്ലെങ്കിൽ അത്തരത്തിലുള്ള ആൾക്കാരാണ് SITക്കകത്ത് ഉള്ളത് എങ്കിൽ ഈ പറയുന്നത് പോലെ ഇയാളെപ്പം അറസ്റ്റ് ചെയ്യേണ്ട സമയം കഴിഞ്ഞില്ലേ, അയാൾ വെളിയിൽ നിൽക്കുകയല്ലേ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.